പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയിൽ തൃപ്തരല്ലെന്നും സർക്കാർ പ്രതികൾക്കായി ഒത്തുകളിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും വരെ നിയമപോരാട്ടം തുടരുമെന്ന് DCC അധ്യക്ഷൻ PK ഫൈസൽ വ്യക്തമാക്കി. പ്രതികൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഒഴുക്കിയതിൽ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. മനുഷ്യനെ കൊല്ലുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPM തയ്യാറാകണമെന്ന് KK രമ MLA പറഞ്ഞു. CBI കോടതിയുടെ ഈ വിധിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരല്ല. ഈ കൊലപാതകത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഈ കൊലപാതകം എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന പൈശാചികപരമായ ഒരു കൊലപാതകമായിരുന്നു. ഈ 10 പ്രതികൾക്കും കൂടി അവർ കുറ്റക്കാരെന്ന് കണ്ടെത്താത്തതിൽ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് വലിയ പ്രയാസമുണ്ട്. അവർക്ക് കൂടി കുറ്റം ലഭിക്കുന്നതിനാവശ്യമായ നിയമ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകും. ബ്രാഞ്ചും ലോക്കലും ഏരിയയും ജില്ലയും ഉൾപ്പെടെയുള്ള അവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലെ ആളുകൾ വന്നൊരു പ്രതിപട്ടികയാണ് ഇപ്പോൾ CBI കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പാർട്ടി കൊന്നതാണ് എന്നുള്ളത് തന്നെയാണ്. CPIM കൊന്നതാണ് എന്നുള്ളതിന് ഇതിൽ പരം ഇനി തെളിവ് വേറെ വേണ്ട. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPIM ഒളിച്ചു മാറാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഈ പ്രതികളുടെ ഒക്കെ രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. CPM-ന്റെ മസ്തിഷ്കമാണ് ഇവിടെ അടിയേറ്റിരിക്കുന്നത്. ഇത് വാടക കൊലയാളികളല്ല നടത്തിയത്. ഇതിനകത്ത് എല്ലാവരും CPM-ന്റെ ആളുകളാണ്. കൊല്ലുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവസാനിപ്പിക്കും. എന്തേ ഇതിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും പാർട്ടിക്ക് സാധിക്കാത്തത്?